പേര് സ്നേഹ. ഞാൻ ഫാമിലിയായിട്ട് ഷാർജയിലാണ് താമസിക്കുന്നത്. എൻ്റെ ലൈഫിൽ രക്തക്കണ്ണീർ ജപമാല വഴി ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 ജൂൺ മാസം മുതലാണ് ഞാൻ ഈ രക്തക്കണ്ണീർ ജപമാലയെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും. അതും പ്രത്യേകമായ മാതാവ് തന്നെ എനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തന്നതാണ്. ഞാൻ 2023 മുതൽ കൃപാസനം ഉടമ്പടി എടുത്ത് അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് മാതാവിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോഡി പെയിൻ നല്ലതായിട്ട് വരുമായിരുന്നു. നല്ല ബോഡി പെയിനാണ്. ഈ പനി, നമുക്ക് രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പനിയോ മറ്റോ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ കൂടെ എനിക്ക് ബോഡി പെയിൻ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ബോഡി പെയിൻ വരുമായിരുന്നു. അതോടൊപ്പം തന്നെ അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ, വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പുറമേ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാല് ഭയങ്കര വേദനയാണ്. എനിക്ക് എവിടെ തൊട്ടാലും ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞ് പോലും തൊട്ടാൽ പോലും എനിക്ക് പയ്യൊന്ന് അടിച്ചാൽ പോലും എനിക്ക് അത്രയും വേദനയായിരുന്നു. ആദ്യമൊന്നും ഞാനതങ്ങനെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ചെറിയ വേദനയൊക്കെ വരുമ്പോൾ പെനഡോൾ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കും. പക്ഷേ പിന്നീട് എനിക്കതങ്ങ് വല്ലാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഡോക്ടറെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ റൈറ്റ് സൈഡിലുള്ള മുട്ട് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ അത് ഡോക്ടറോടൊക്കെ പറയുന്നുണ്ട്, ബോഡി വേദനയാണ്. ആദ്യമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ആ വേദനയെങ്കിൽ പിന്നീടത് ഡെയിലി നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളങ്ങ് ക്ഷീണിക്കുന്നു, ഭയങ്കര ക്ഷീണവും അതുപോലെ വേദന, നമുക്കൊരു ബലം കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായി. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ കാര്യങ്ങളും സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു, അതിനുള്ള മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടും ഈ വേദന കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് ഫുഡ്, ഡയറ്റ് പ്ലാൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ എക്സസൈസ് ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജിം വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആദ്യം എന്നോട് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് പിന്നീട് അങ്ങോട്ട് വേദന പിന്നെയും ആയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനിയും വേദന കൂടുവാണെങ്കിൽ സ്റ്റിറോയിഡ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ അതിലേക്ക് പോയില്ല. ഞാൻ ഫുള്ളും പ്രാർത്ഥന ത്രൂ എനിക്കിതെല്ലാം മാറി കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ദിവസം 2025